പറയട്ടെ തത്സമയ സംവാദം തുടരുന്നു. ഡോക്ടർ ശ്യാംകുമാർ, നമ്മൾ ഈ മാനസികാരോഗ്യത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? നമുക്ക് എങ്ങനെ പരിഹരിക്കാം ഇത്തരം പ്രശ്നങ്ങളെ? നമ്മൾ ഈ എന്താണ് ഇതിലേക്കൊക്കെ നയിക്കുന്നത് എന്നൊക്കെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തു. പ്രവാസികൾക്ക് മാനസികോല്ലാസം പ്രദാനം ചെയ്യുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പലരും നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും താങ്ങാനാവാത്തവർ ആത്മഹത്യയിലേക്ക് പോകുന്നു, ചിലർ അമിത മദ്യപാനത്തിലേക്ക് പോകുന്നു. പക്ഷേ ഇതൊന്നുമല്ല പരിഹാരം എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ഇക്കാലത്ത് അനിവാര്യമായിരിക്കുന്നു. ഇതിലേക്ക് താങ്കളെപ്പോലുള്ളവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ എന്താണ്? അല്ല, ഇതിപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഈ സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു വസ്തുത തന്നെയാണ്. കാരണം എന്താ, ഞാനത് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതുണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഹാപ്പിനെസ് ഓഫ് യുവർ ലൈഫ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്വാളിറ്റി ഓഫ് യുവർ തോട്ട്സ് എന്നാണ് പൊതുവെ. അപ്പൊ ഇപ്പൊ ഡോക്ടർ സോണി പറഞ്ഞു ഈ അൺവാണ്ടഡ് വറീസ്, അത് വലിയൊരു പ്രശ്നമാണ്. അൺവാണ്ടഡ് വറീസ് ആണ് ഈ സ്ട്രെസ് കോസ് ചെയ്യുന്ന വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ ഈ അൺവാണ്ടഡ് വറീസ് എവിടെ നിന്ന് വരുന്നു? സോ അപ്പൊ നിങ്ങളുടെ അപ്പൊ ഞാൻ എപ്പോഴും പറയാം, ഈ തോട്ട് പാറ്റേണിൽ വലിയൊരു പ്രശ്നം കിടക്കുന്നുണ്ട് അവിടെ. അതായത് നമ്മൾ ഒരിക്കലും അവെയർ ആവുന്നില്ല. അപ്പൊ ആ അവെയർനെസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ പറയാൻ കാരണം നമ്മുടെ എല്ലാവരുടെയും തോട്ട്സ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു യുവർ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. അപ്പൊ ആ ഫീലിങ്സ് നിന്നാണ് നമ്മുടെ ബിഹേവിയറും ആക്ഷനും ഒക്കെ വരുന്നത്. അതിൽ നമുക്ക് സൂയിസൈഡും വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെ പല കാര്യങ്ങളും വരുന്നത്. അപ്പൊ അതിന് നമ്മൾ അവെയർനെസ് കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ അവെയർനെസ് കൊടുക്കാതിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തോട്ടിനെ നമുക്ക് റിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഡോക്ടർ സോണി പറഞ്ഞു ആൾക്കാരോട് പറയുന്നു, പക്ഷെ ആര് കേൾക്കാനാണ്? ഈ ഒരു പ്രശ്നം ഇവിടെയും ഉണ്ട്. കാരണം നമ്മളിപ്പോ എൻ്റെ അടുത്ത് വരുന്ന പല ആൾക്കാരോടും പക്ഷെ നമുക്ക് അതിന് പോസിബിലിറ്റി ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മൾ ശരിക്കും പറയാം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ, നിങ്ങളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റും ഒരു ബുദ്ധ സന്യാസിയും ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളും അതുപോലെ ഏറ്റവും നല്ല മിത്രങ്ങളും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശത്രുക്കളാക്കാം, അല്ലെങ്കിൽ മിത്രങ്ങളാക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹാപ്പി ലൈഫിന്റെ യഥാർത്ഥ അവകാശി ശരിക്കും നമ്മൾ തന്നെയാണ്. ആ ഒരു അവയർനെസ് ആണ് നമ്മൾ ഇപ്പോൾ ICRF ഇപ്പോൾ അരുൾദാസ് ഒക്കെ പറഞ്ഞ പോലെ പല വെബിനാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ സ്ട്രെസ് ലെവലിലേക്കുള്ള ഒരു അവയർനെസ്, പ്രത്യേകിച്ചും ലേബർ ക്യാമ്പിലും അങ്ങനെയുള്ള ഇതിലേക്ക് കുറേയും കൂടി, കാരണം നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവയർനെസ് ഇല്ല? അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ ഇതിന്റെ കാര്യം അതിന്റെ ചെറുതായിട്ടുള്ളൊരു ഞാൻ പറയും. ഇപ്പൊ ഒരാള് സ്ട്രെസ് ആവുന്ന സമയത്ത് നമുക്ക് രണ്ട് തരത്തിലാണ്. അത് ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് റെസ്പോൺസ്. അത് നമുക്ക് ആവശ്യമാണ്, അത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇപ്പൊ പെട്ടെന്ന് നമ്മൾ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ അഡ്രിനാലിൻ ഗ്ലാൻഡ്, കോർട്ടിസോളും അതുപോലെ തന്നെ നമ്മളുടെ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺസും ജനറേറ്റ് ചെയ്യും. അത് നമ്മളെ ബ്ലഡ് സ്ട്രീമിലേക്ക് പമ്പ് ചെയ്യുന്നു. പക്ഷെ അത് പമ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഫൈറ്റ് ആൻഡ് ഫൈറ്റ് റെസ്പോൺസ് കിട്ടുന്നത്. പക്ഷേ ഇപ്പൊ ഡോക്ടർ സോണി സൂചിപ്പിച്ച പോലെ ഒരു കണ്ടിന്യൂസ് സ്ട്രെസ്, ഒരു ലോങ് ടേം സ്ട്രെസ് വരികയാണെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ്? ആക്ച്വലി യു ആർ പോയിസണിങ് യുവർ ബോഡി കോൺസ്റ്റന്റ്ലി. അപ്പൊ ഈ ഒരു പോയിസണിങ് വരുന്ന സമയത്ത് അതിനെ നമുക്ക് എങ്ങനെ ഡയല്യൂട്ട് ചെയ്യാൻ പറ്റും? അവിടെയാണ് നമ്മുടെ തോട്ടിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. അവിടെ നമുക്ക് തോട്ടനും അതുപോലെ തന്നെയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ യോഗ, വ്യായാമം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യമുള്ളത്. കാരണം സൈക്കോ തെറാപ്പിയിലൂടെ 30% കോർട്ടിസോൾ ലെവൽ നമുക്ക് കുറക്കാൻ പറ്റുന്ന ഒരു സർവേ ഉണ്ട്. 30 to 40% എന്നാണ് പറയുന്നത്. അപ്പൊ 30 to 40% നമുക്ക് സൈക്കോ തെറാപ്പി ബേസിക്കലി ബേസ്ഡ് അപ്പോൺ ബിഹേവിയർ തെറാപ്പി. എസ്പെഷ്യലി ഞാനിപ്പോ പല കേസുകളിലും കൊടുക്കുന്നത് CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അതിൽ നമുക്ക് തോട്ടിനെ അവെയർ ചെയ്തുകൊണ്ട് അതെങ്ങനെ നമുക്ക് ചാലഞ്ച് ചെയ്യാം, എങ്ങനെ നമുക്ക് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇപ്പൊ നമുക്ക് ഫൈനാൻഷ്യൽ ആയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് അവരെ നമുക്ക് തെറാപ്പിയിലൂടെ അവരുടെ ചിന്തകളെ മാറ്റാനും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ യോഗയെ പറ്റി, അതുപോലെ പ്രധാനപ്പെട്ട തായ്ച്ചി എന്ന് പറയുന്ന എക്സസൈസ് വളരെ നല്ലതാണ് സ്ട്രെസ് കുറക്കാൻ എന്ന് പറയുന്നത്. അതുപോലെ ബ്രീത്തിങ് ടെക്നിക്ക്, പ്രാണായാമങ്ങൾ വളരെ എഫക്റ്റീവ് ആണ്. ഞാൻ പറഞ്ഞ ഈ ഡയലൂഷൻ റിയലി ഹാപ്പൻസ് വെൻ യു ആർ ഡൂയിങ് ദാറ്റ്. ബിക്കോസ് നിങ്ങളുടെ കോർട്ടിസോൾ ലെവലിന്റെ ഡയലൂഷൻ നമ്മുടെ ആ ശരീരത്തിൽ കിടക്കുന്ന ബ്ലഡ് സ്ട്രീമിൽ കിടക്കുന്ന പോയിസൺസ് ചെയ്തു വരുന്നു. ഇതൊക്കെ ശരിക്കും റിയലി ഹാപ്പൻസ്. അപ്പൊ ഇതൊക്കെ നമുക്ക് അവയർനെസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ലാഫ്റ്റർ യോഗ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടെക്നിക് ടു റെഡ്യൂസ് ദി കോർട്ടിസോൾ ലെവൽ ആൻഡ് യു വിൽ ഗെറ്റ് സെറോട്ടോണിൻ ആൻഡ് ഹാപ്പി ഹോർമോൺസ് ആൻഡ് എവർത്തിങ്.
ഇതൊന്നും നമ്മൾ പറഞ്ഞാൽ ആരും അനുസരിക്കില്ല. പക്ഷെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇസ് റിയലി ഹെൽപ്പിംഗ്. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ലാബ് യോഗ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അങ്ങനെ എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് കേസ് ഞാൻ കംപ്ലീറ്റ് അവയർനെസ് കൊടുത്തിട്ടാണ് ഒരു കൗൺസിലിംഗ് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യണം, ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഗുണം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഡോക്ടർ, ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോവിഡ് പീരീഡിൽ താങ്കളെ അപ്രോച്ച് ചെയ്തവരുടെ പ്രധാനപ്പെട്ട ഉത്കണ്ഠകൾ എന്തായിരുന്നു? ഈ കോവിഡ് ബാധിച്ച് മരിക്കും എന്ന് തന്നെയായിരുന്നോ? അതില് എന്നോടാണോ? അതെ അതെ, ഡോക്ടറോട് തന്നെ. അതില് 2-3 ഇപ്പൊ എൻ്റെ അടുത്ത് കോവിഡ് പോസിറ്റീവായ കുറെ കൗൺസിലിംഗ് കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അതിൽ ഒരു എക്സാമ്പിൾ പറയാം. കാരണം എനിക്ക് ഖത്തറിൽ നിന്ന് ഒരു കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലയന്റ് എന്നെ വിളിച്ചിട്ട് പുള്ളിയുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്ന ആക്ച്വലി പുള്ളിക്ക് കോവിഡ് പോസിറ്റീവ് വന്നിട്ടില്ല. പുള്ളിയുടെ റൂമിൽ നിൽക്കുന്ന ആൾക്ക് പോസിറ്റീവാണ്. അപ്പൊ പുള്ളിയുടെ പ്രശ്നം പുള്ളി എന്നോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ നാട്ടിൽ പോയിട്ട് 2 വർഷമായി, ഞാൻ എൻ്റെ മകനെ ഇതുവരെ കണ്ടിട്ടില്ല, ഇനി കാണാൻ പറ്റും. ഇതാണ് പുള്ളിയുടെ കൺസേൺ. അപ്പൊ അതും അൺവാണ്ടഡ് വറിയാണ് അവിടെ. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് ഈസ് നെഗറ്റീവ്, അടുത്ത പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാൻ 2 ദിവസം കഴിഞ്ഞ് പോകുന്നു. അപ്പൊ പുള്ളിക്ക് ഇപ്പോഴേ പറയാണ് ഞാൻ പോസിറ്റീവ് ആയാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ അത് പറഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നം. അപ്പൊ ഈ ഫാമിലിക്കാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ബാച്ചിലേഴ്സിനാണ് എൻ്റെ അടുത്ത് പോസിറ്റീവായ കുറെ കേസുകൾ വന്നത്. എല്ലാവർക്കും പേടി എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഞാൻ മരിച്ചു പോവോ, എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ലേ, എനിക്ക് എന്റെ ബന്ധുക്കളെ കാണാൻ പറ്റില്ലേ, എനിക്ക് ഇനി എന്ത് ഇങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ഡയലൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അങ്ങനെയുള്ള എക്സാമ്പിളൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാം. ഇതൊക്കെയാണ് പൊതുവെയുള്ള വറീസ്. പിന്നെ ഇവിടെ ഫാമിലീസിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ജോലി പോകുന്ന പ്രശ്നം, ഫൈനാൻഷ്യൽ പ്രശ്നം, ജോബ് സെക്യൂരിറ്റി ഇല്ലാത്ത പ്രശ്നം, അങ്ങനെ ഫാമിലി വറീസ്, ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ചും ഹസ്ബൻഡിന്റെ ജോലിന്റെ പ്രശ്നം കൊണ്ട് പിന്നെ അവിടെ ഫാമിലിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന കേസുകൾ നിരവധിയുണ്ട്. കാരണം അവർക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഇനി എന്താ ചെയ്യാൻ പറ്റും, എങ്ങനെ മുമ്പോട്ട് ജീവിക്കും, എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നിരവധി കേസ്, ഇങ്ങനെ പല കേസുകളും ഉണ്ട്. നമുക്കിപ്പോ ഒന്നൊന്നായിട്ട് എടുത്തു പറയാൻ പറ്റില്ല. നിരവധി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആണ് കുറെ കൂടെ വരുന്നത്. അപ്പൊ ഇതും ഒരുപാട് പ്രശ്നങ്ങൾ. ഇനിയിപ്പോ ഇപ്പൊ അടുത്ത പ്രശ്നം, ഇനി എപ്പോ നാട്ടിൽ പോകാൻ പറ്റും, ഇതാണ് ഒരു പ്രശ്നം. ഇപ്പൊ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ്, ഇനി അങ്ങോട്ട് എങ്ങനെ പോകാൻ പറ്റും, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ചെയ്യുന്നത് നമുക്ക്. ഇപ്പോൾ ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നമുക്ക് അതിജീവിക്കാം. പക്ഷേ ഡിപ്രഷനിലേക്ക് പോയവരെ എങ്ങനെ കൈപിടിച്ചുകൊണ്ട് വരും? ഡിപ്രഷനിൽ പോയാൽ, ഇപ്പൊ ഡിപ്രഷന് ശരിക്കും അത് ഒരു കണ്ടിന്യൂസ് സൈക്കോ തെറാപ്പി തന്നെ കൊടുക്കണം. അതായത് അത് ഒരു കുറച്ച് മെഡിക്കൽ, ഇപ്പൊ അതിന് കൂടുതലാണെങ്കിൽ അത് നമ്മൾ മെഡിക്കലിലൊക്കെ തന്നെ പോണ്ടി വരും പല കാര്യങ്ങളിലും. പക്ഷെ എങ്കിൽ പോലും ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ഡിപ്രഷൻ വന്നിട്ട് ബൈപോളാർ ഡിസോർഡർ വന്ന കേസുകളുണ്ട്. അതുപോലെ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളിൽ അവർക്ക് നമുക്ക് ഗ്രാജുവലി അവർക്ക് അതിന് പറ്റിയതായ തെറാപ്പികളൊക്കെ ഉണ്ട്, സൈക്കോ തെറാപ്പികളൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരുപാട് തെറാപ്പി ടൂൾസ് ഉണ്ട്. ഇപ്പൊ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ നല്ല നല്ല ടൂൾസ് ഉണ്ട്. അതുപോലെ ഹിപ്നോട്ടിക് കൗൺസിലിംഗിൽ നല്ല നല്ല ടൂൾസ് ഉണ്ട്. ഹിപ്നോ തെറാപ്പി, ഞാനൊരു സർട്ടിഫൈഡ് ഹിപ്നോ തെറാപ്പിസ്റ്റ് കൂടിയാണ്. ഹിപ്നോ തെറാപ്പിയിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ, വളരെ പെട്ടെന്ന് നമുക്ക് റിക്കവറി കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് തെറാപ്പികൾ അതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ നമുക്ക്, പക്ഷെ അതിനൊക്കെ പേഷ്യൻസ് വേണം. അതായത് പേഷ്യൻസ് ഇൻ ദി സെൻസ്, ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഒരു ക്ലയന്റിനോട് പറയാറുണ്ട്, എൻ്റെ അടുത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം വന്നുകൊണ്ട് നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യുമെന്ന് വിചാരിക്കരുത്. യു ഹാവ് ടു കം എ ഫോളോ അപ്പ്. അല്ലെങ്കിൽ നിങ്ങൾ അത് സീരിയസ് ആയിട്ട് ഞാൻ പറയുന്ന എക്സസൈസുകളും തെറാപ്പികളും നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്യാത്തിടത്തോളം കാലം സെക്കൻഡ് സെഷനിൽ ഞാൻ നോക്കും, അവർ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഐ വിൽ സ്റ്റോപ്പ്, ഐ കനോട്ട് കണ്ടിന്യൂ എന്ന് ഞാൻ അവരോട് പറയുന്നത്. കാരണം കാര്യമില്ല, നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിലോ നമ്മളെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു പ്രയോജനമില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത്, എനിക്ക് എത്രയോ നല്ല കേസ് അങ്ങനെയുണ്ട്. 80% വരെ 85% വരെ റിക്കവർ ചെയ്ത കേസുകളൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. വളരെ ഞാനത് പൂർണ്ണമായും കംപ്ലീറ്റ് മാനസിക ഒരു എന്താ പറയാ മനോരോഗി ആയിട്ട് തന്നെ എൻ്റെ അടുത്ത് വന്ന 2-3 കേസുകളുണ്ട്. അവരൊക്കെ ഞാൻ ഒരു 5-6 സെഷൻസ് കഴിഞ്ഞതിന് ശേഷം ഓരോ സെഷനിലും ഇമ്പ്രൂവ്മെന്റ് നോക്കി, അത് കഴിഞ്ഞ് അവർ വീണ്ടും പറയുന്ന പോലെ ചെയ്ത് ഒരു 5 സെക്ഷൻ കഴിയുമ്പോൾ ഓൾമോസ്റ്റ് 75-80% റിക്കവറി വന്ന കേസുകൾ ഇഷ്ടം പോലെയുണ്ട്. ഓക്കെ, ശ്രീ വീരമണി.